സെവൻത്ത് ഫിലോസഫർ സംസാരിച്ചു. Am I audible? Yeah, yeah. Okay, actually, ഞാൻ ആക്ച്വലി ഇതിന്റെ പേര് കണ്ടപ്പോൾ കയറിയതാണ് ആക്ച്വലി ലൈവില്. ഇറ്റ് സേസ് ലൈക്ക് ഭീകരവാദത്തിന്റെ മതം എന്നുള്ളതായിരുന്നല്ലോ ടൈറ്റിൽ. സോ ഐ വാസ് ലൈക്ക് ഇൻട്രസ്റ്റഡ് ഇൻ ജോയിൻ ഹിയർ. ആക്ച്വലി എനിക്ക് ആക്ച്വലി ഇതിലുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, if a belief system provides a moral justification for a violence, then it can be a terrorism, right? Like at least it can be a factor for terrorism. അംഗീകരിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ കാര്യം? അതിൽ ഒരു ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട് തീർച്ചയായും. ഹിസ്റ്റോറിക്കലി തന്നെ നോക്കുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് കുറെ നമ്മൾ പറയുന്ന കുറെ കാര്യമാണ്. ഇപ്പൊ സ്റ്റാലിന്റെ കാലത്ത് നടന്ന, മാവോയുടെ കാലത്തൊക്കെ നടന്ന കുറെ വയലൻസിനെയും കൂട്ടക്കുരുതികളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോ ആക്ച്വലി കമ്മ്യൂണിസം എന്നുള്ള ഒരു സാധനത്തിൽ ഇപ്പൊ മാർക്സിസം ലെനിസം കഴിഞ്ഞിട്ട് തന്നെ പലതരത്തിലുള്ള വേരിയേഷൻസ് അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ പലതരത്തിലുള്ള വേരിയേഷൻ വിത്തിൻ ദ മാർക്സിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ആ തിയറിക്ക് പലതായിട്ടുള്ള രൂപത്തിലുള്ള എന്താ പറയാ സംഘടനകൾ ഉണ്ടാക്കുകയും അതിൽ ചില രൂപങ്ങളുള്ള ആളുകൾ വയലൻസിലേക്ക്, ഈവൻ ദോ ദേ ക്ലാസിഫൈ ദം ആസ് ക്ലാസ് സ്ട്രഗിൾ ഓർ ഫോർ എക്സാമ്പിൾ പീപ്പിൾസ് വാർ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള വയലൻസിലേക്ക് അത് ഒരു ഫാക്ടർ ആയിട്ട് മാറുന്നുണ്ട് അവർ ഈ ബിലീഫ് സിസ്റ്റം. ആക്ച്വലി ആ ബിലീഫ് സിസ്റ്റത്തിന് നമ്മൾ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും ആ ബിലീഫ് സിസ്റ്റത്തിലെ ഇന്റർപ്രിട്ടേഷൻസിന്റെ പോസിബിലിറ്റീസ് ആണ് ആക്ച്വലി ഒരു ഫാക്ടർ ആയിട്ട് മാറുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പൊ റിലീജിയൻ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോ റിലീജിയൻ ആക്ച്വലി ഇപ്പോ ഈവൻ ഇസ്ലാം എടുത്താൽ പോലും അതിൽ ഇന്റർപ്രിട്ടേഷൻസ് ആക്ച്വലി സാധ്യമല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ മുജാഹിദ്, അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയുള്ള പലതരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ഉള്ള ആളുകളുണ്ട്. പല ന്യൂവാൻസ് കാര്യങ്ങളിലാണ്, പക്ഷെ ഇന്റർപ്രിട്ടേഷൻസ് ഉള്ള ആളുകളുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ ഐസിസ് സംഘടന ഉണ്ടല്ലോ, ISS. അപ്പോ അവര് പോലും ഇപ്പൊ തക്ഫീർ ചെയ്യുന്ന വിഷയം, ലൈക്ക് കോളിംഗ് അപ്പോസ്റ്റലേറ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഇപ്പൊ ഒരാൾ മുസ്ലിം അല്ലാതെ ഡിക്ലെയർ ചെയ്യുന്ന സാധനമൊക്കെ. അപ്പൊ അതില് ഇപ്പൊ ഈവൻ അവര് പല മുസ്ലിം രാഷ്ട്രങ്ങളോടും അല്ലെങ്കിൽ നേതാക്കന്മാരോടും ആണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതിന് അവർ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഇത്തരം ഇന്റർപ്രിട്ടേഷൻസ് ആണ്. ദേ ആർ ലൈക്ക് കോളിംഗ് തക്ഫീർ എന്നുള്ളതിലുള്ള ലൂപ്പുകൾ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ഭീകരവാദം എന്നുള്ളതിന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് ഉണ്ട്, നാഷണാലിറ്റി ഡയമെൻഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അതിലേക്കുള്ള ഒരു ഫാക്ടർ ഇത്തരം റിലീജിയസ് ഇന്റർപ്രിട്ടേഷൻസിന് ഒരു സാധ്യത ആവുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു. തീർച്ചയായും സുഹൃത്ത് പറഞ്ഞത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. എല്ലാ ആശയങ്ങളെയും ആ രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ബേസിക്കലി നോക്കേണ്ടത് ഈ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, അതിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതാണ് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെററിസവുമായി ബന്ധപ്പെട്ടുള്ള വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. കുറച്ചൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരുപാട് വായിക്കാനുണ്ട് ഇനിയും. അതുകൊണ്ടാണ് ഞാനതിൽ കുറച്ചുകൂടി അതിലേക്ക് ആ സ്റ്റഡീസിലേക്ക് ഇറങ്ങാത്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് പോകുന്ന ഒരു ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ആശയങ്ങളിലും ഇത് കാണുന്നുണ്ട്. എല്ലാ ആശയങ്ങളെയും ഈവൻ നമ്മൾ പൊതുവെ ഭയങ്കര നോൺ വയലന്റ് എന്ന് വിചാരിക്കുന്ന, നോൺ വയലന്റ് എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് തീവ്രവാദികൾ പോലും ഉണ്ടായിരിക്കെ ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട്, ബുദ്ധിസ്റ്റ് തീവ്രവാദികളുണ്ട്, ഹിന്ദു തീവ്രവാദികളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ തീവ്രവാദികളുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുണ്ട്. എല്ലാത്തിലും നമുക്ക് കാണാം. അപ്പൊ അവിടെ തീർച്ചയായും അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിനെ അവർ ഉയർത്തി കാണിക്കുന്നുണ്ട്. ചില ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, ചില ആൾക്കാർ കുരിശ് ഏന്തുന്നുണ്ട്, കുറെ ആൾക്കാർ തൃശൂലം ഏന്തുന്നുണ്ട്. അതൊക്കെ സംഭവിക്കുമ്പോഴും അവരതിലേക്ക് നയിക്കുന്നത് എന്താണ് എന്നുള്ളതിൽ മറ്റ് ഫാക്ടേഴ്സിനാണോ കൂടുതൽ പ്രാധാന്യം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം പലപ്പോഴും മിഡിൽ ഈസ്റ്റിലെ വയലൻസ്, മിഡിൽ ഈസ്റ്റിലാണല്ലോ കുറച്ച് ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ ആംഡ് ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ളത്. മിഡിൽ ഈസ്റ്റിലെ വയലൻസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടുത്തെ സാഹചര്യം നമ്മൾ നോക്കുക. ഒരു കുട്ടി, ഇപ്പൊ ഫലസ്തീനിലെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സിറിയയിലെ ഒരു കുട്ടി പതിറ്റാണ്ടുകളായിട്ട് അവിടെ പിന്നെ അസ്ഥിരമാണല്ലോ. അവിടെ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അവസ്ഥ എന്താ? ആ കുട്ടി നമ്മളൊക്കെ ജനിച്ചു വീഴുമ്പോൾ എന്താ, ഉമ്മാന്റെയും ഉപ്പാന്റെയും സ്നേഹവും അതുപോലെ തന്നെ കുടുംബക്കാരുടെ സ്നേഹവും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ ജീവിച്ചു പോകാൻ സാധിക്കുന്നു? നമ്മൾ ജനിക്കുന്ന സാഹചര്യം അതാണ്. പക്ഷെ ഒരു ഫലസ്തീനിലെയും സിറിയയിലെയും കുട്ടി എങ്ങനെ ജനിക്കുന്നു? അവൻ ജനിച്ചു വീഴുമ്പോൾ തന്നെ ബോംബിന്റെ ശബ്ദത്തോടു കൂടിയാണ് വീഴുന്നത്. നിരന്തരമായി വയലൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മുടെ പൊതുവെ പറയാം ഒരു പേഴ്സണാലിറ്റിയുടെ ഏറ്റവും അടിത്തറ പാകുന്നത് ഏറ്റവും ചെറിയ പ്രായത്തിലാണ്. അവൻ ഒരു 5 വയസ്സിന് മുമ്പും അല്ലെങ്കിൽ 10 വയസ്സിന് മുമ്പും ഒക്കെയാണെന്ന്. അത്രയും സമയത്ത് ഇവൻ വയലൻസുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമാണ് കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിന്റെ കാരണമാകട്ടെ പലപ്പോഴും ദേശീയതയും അതുപോലെ തന്നെ സാമ്രാജ്യത്തെ ഇടപെടലുകളും ഒക്കെയാണ്. അപ്പൊ അതാണ് കൂടുതലായിട്ടും അത്തരത്തിലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നതോടുകൂടി അവൻ ഏത് ഐഡിയോളജി ആണെങ്കിലും, അവൻ മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും മതമില്ലാത്തവനാണെങ്കിലും ഏതാണെങ്കിലും അവൻ അത്തരത്തിലുള്ള ആക്ടുകളിലേക്ക് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യും. അവന് കുറച്ചുകൂടി വയലന്റ് നേച്ചർ ഉണ്ടാവും എന്നുള്ളതാണ്. ആ വയലന്റ് നേച്ചർ ഉണ്ടാവുമ്പോൾ അവൻ ഏത് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നോ അത് വെച്ചിട്ട് അതിനെ സാധൂകരിക്കാനും അത് വെച്ച് ന്യായീകരിക്കാനും അവന് കൂടുതൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഈ ചോദിച്ചതുപോലെ ഇസ്ലാമിൽ ഇന്റർപ്രിട്ടേഷൻസിന് സാധ്യതയില്ല. തീർച്ചയായും ഇസ്ലാമിൽ ഇന്റർപ്രിട്ടേഷൻസ് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇസ്ലാമിക് ടെക്സ്റ്റുകൾക്ക് ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അതിന്റെ ടെക്സ്റ്റുകളിൽ തന്നെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെ ആകണം എന്നുള്ളത് കൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യതിരിക്തമാകുന്നത്. അതല്ലാത്ത മറ്റ് ആശയങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് അതിൻ്റെതായ എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ ഒരു ആയത്ത് വെച്ചിട്ട് എനിക്കൊരു ഖുർആനിലെ ആയത്ത് ഇങ്ങനെ തോന്നുകയാണ്, അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ ആയത്ത് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ഇസ്ലാമിക് ടെക്സ്റ്റ് വെച്ച് തന്നെ എന്തില്ല, സാധ്യതയില്ല. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആസ് എ ഹോൾ ഒരുമിച്ച്, എല്ലാ മുസ്ലിങ്ങളും ഒരുമിച്ച് വളരെ ഫ്രിഞ്ച് എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാവരും മതപരമായി തന്നെ ഇതിനെ എതിർക്കാൻ മുന്നോട്ട് വരുന്നത് ഇതുകൊണ്ടാണ്. എന്നുവെച്ചാൽ ഒരു ഖുർആൻ ആയത്ത് അല്ലെങ്കിൽ ഒരു ഹദീസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പോലെ എന്റെ തോന്നൽ ഇന്നതാണ്, അല്ലെങ്കിൽ എന്റെ സാഹചര്യം ഇന്നതാണ്, ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം ഇതാണ്, എന്റെ നാട്ടിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും, ഈ ആയത്ത് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ലൂപ്പ് ഹോൾ ഇസ്ലാമിലില്ല. അതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വ്യതിരിക്തമാക്കുന്നത്. അത് ഒരു ഖുർആൻ ആയത്തോ ഒരു ഹദീസോ എങ്ങനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നതടക്കം ഇസ്ലാമിൽ ഉണ്ട്. ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടില്ലാണ്, അല്ലാതെ നമ്മൾ പിന്നെ ഇപ്പോ മോഡേൺ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഓരോ ആയത്തിനെയും മനസ്സിലാക്കേണ്ടത്, അവരെങ്ങനെ മനസ്സിലാക്കി, അതായത് ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് വിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിച്ചത് റസൂൽ എങ്ങനെ വിശദീകരിച്ചു, അതുപോലെ തന്നെ സ്വഹാബത്ത് അതിന്റെ പ്രൈമറി ഓഡിയൻസ്, സ്വഹാബത്ത് താബികൾ എന്ന് പറയുന്ന അതിന്റെ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തോ, അതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സുഹൃത്ത് അടക്കം പറഞ്ഞ തക്ഫീർ അടക്കമുള്ള വിഷയം, അതായത് തങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ അനുസരിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനോ യോജിക്കാത്ത ആളുകളൊക്കെ കാഫിറുകളാണ്, ഇപ്പൊ ഐസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്ന ഒരു സംഭവം അടക്കം ഇസ്ലാമിക് ഇന്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെക്സ്റ്റുകളിൽ തന്നെ ഉണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകമാണ്, ഖവാരിജികൾ അവർ നരകത്തിലെ പട്ടികളാണ് എന്ന്. ഖവാരിജികൾ നരകത്തിലെ പട്ടികളാണ് എന്ന്. എന്താണ് ഈ ഖവാരിജുകളുടെ പ്രത്യേകത? അതും ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഈ ഖവാരിജുകൾ എന്ന് പറഞ്ഞാൽ ഈ തക്ഫീറുകൾ കൂടുതലായിട്ട് ചെയ്യുന്ന അവരുടെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ പിന്നീട് അതിന്റെ സ്കോളർലി ഡിസ്കഷൻസ് പിന്നെ നടത്താം. പക്ഷെ ഇന്ന് നമ്മൾ ഐസിസിൽ എന്ത് കാണുന്നോ അതെല്ലാം റസൂല് നേരത്തെ പ്രവചിച്ചിട്ടുള്ളത് ഈ ഹവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച്. അവരെ കുറിച്ച് സ്വഹാബത്ത് വാൺ ചെയ്തിട്ടുണ്ട്. അവരെ കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് താടി ഉണ്ടാവും, അവർക്ക് ഇസ്ലാമിക ചിഹ്നങ്ങൾ ഉണ്ടാവും, അവർ പറയുന്ന വാചകങ്ങൾ ചിലപ്പോൾ കലിമയായിരിക്കും അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. പക്ഷെ അവർ നരകത്തിലെ പട്ടികളാണെന്ന് പറഞ്ഞത് അതന്നെ ഏതെങ്കിലും ഇന്റർപ്രിട്ടേഷൻ അല്ല, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അപ്പൊ അവിടെയാണ് ഇങ്ങനെ ഹവാരിജി ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളെ ഈ രൂപത്തിൽ മനസ്സിലാക്കുന്നവരുണ്ടാകുമെന്നും എവിടെ ഉണ്ട്? ഇസ്ലാമിക് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതും അവർ നരകത്തിലെ പട്ടികളാണെന്നുള്ളതും അവരുടെ വേഷം കണ്ടോ അവരുടെ വാക്കുകൾ കണ്ടോ നിങ്ങൾ അതിൽ വീണു പോകേണ്ടതില്ല എന്നുള്ളതും ഇതേ കാര്യം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, തീർച്ചയായും എല്ലാ വയലൻസ് ചെയ്യുന്ന ആളുകൾക്കും അവരുടെ ഐഡിയോളജി വെച്ച് അത് ന്യായീകരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതെല്ലാവരും ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ഭീകരവാദികൾ ചെയ്യുന്നുണ്ട്, ബുദ്ധിസ്റ്റ് ഭീകരവാദികൾ ചെയ്യുന്നുണ്ട്, ഹിന്ദുത്വ ഭീകരവാദികൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, മുസ്ലിം ഭീകരവാദികളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിക് ടെക്സ്റ്റുകളിൽ ആ ഇന്റർപ്രിട്ടേഷന്റെ രീതികളടക്കം, അതിന്റെ മൻഹജ് അടക്കം, അതിന്റെ രീതിശാസ്ത്രം അടക്കം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മതപരമായി തന്നെ ആ ഇന്റർപ്രിട്ടേഷൻ മിസ് ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നുള്ളതും അത് റസൂൽ വാൺ ചെയ്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് എന്നും പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇസ്ലാമിനെ അതിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ബസ്സിൽ ഒരു മിനിറ്റ്, ഇതിൽ ഹിന്ദു കെ ബി വാര്യർ എന്ന് പറഞ്ഞ ആള് കമന്റിൽ ഇട്ടത് ഞങ്ങളോടൊക്കെ ഇവിടെ വരാൻ പറയുന്നത് ഇതുപോലെ ടൈം ഔട്ടിൽ ഇടാനാണോ എന്നുള്ളത്. ഹിന്ദു കെ ബി വാര്യർ സ്റ്റുഡിയോയിൽ ഉണ്ടെങ്കിൽ മൈക്ക് എടുക്കാം. നിങ്ങളുടെ പേര് അതിൽ കാണുന്നില്ല. ഹിന്ദു കെ ബി വാര്യർ, എല്ലാ വാരിയേഴ്സും വന്നോട്ടെ, ലൈവിൽ വന്നിട്ട് സംസാരിക്കണം. നമുക്ക് കമന്റിലോട് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ചൊരു പ്രയാസമാണ്. കാരണം നിങ്ങൾ അവിടുത്തെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ആൻസർ പറഞ്ഞ അടുത്ത ആളിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് വാരിയേഴ്സ് ഒക്കെ യുദ്ധത്തിന് നേരിട്ടാണ് വരേണ്ടത്, അല്ലാതെ ഒളിയുദ്ധം നടക്കല്ല വേണ്ടത്. അപ്പൊ വാരിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പൂക്കള് വെതറിയത് ഹിന്ദു കെ ബി വാര്യർ ആവുമോ? പേര് അതിനകത്ത് കാണുന്നില്ല.
ഓക്കെ, നമുക്ക് ഈ ഒരു ഡിസ്കഷൻ സെവൻത് ഫിലോസഫർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ഇല്ല, ഓക്കെ, ഫൈൻ ആയിരുന്നു ആക്ച്വലി. ആ ഒരു വിഷയം ക്ലാരിഫൈഡ് ആയി.